Earn Marks, your perfect learning partner. ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ 12th യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് എറേഴ്സ് ആൻഡ് ദെയർ റെക്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായ വളരെ ബേസിക് ആയിട്ടുള്ള ജേർണലും ലെഡ്ജറും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മൾ അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ അല്ലെ, ആ മിസ്റ്റേക്കുകൾ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതെങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ആ മിസ്റ്റേക്കുകളെ അല്ലെങ്കിൽ ആ അക്കൗണ്ടിംഗ് എററുകളെ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ എന്താണ് അക്കൗണ്ടിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് അക്കൗണ്ടിംഗ് എററുകൾ? നമ്മൾ ഈ അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായേക്കാവുന്ന തെറ്റുകളാണ് എന്തെന്ന് പറയാം, അക്കൗണ്ടിംഗ് എറർ എന്ന് പറയും. ഓക്കെ, അക്കൗണ്ടിംഗ് എറേഴ്സ് ആർ ദ എറേഴ്സ് കമ്മിറ്റഡ് ബൈ പേഴ്സൺസ് റെസ്പോൺസിബിൾ ഫോർ റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് എ ബിസിനസ് ഫേം ഇൻ ദ കോഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് പ്രോസസ്. അല്ലെ, ഒരു ബിസിനസ് ഫേമിലെ അക്കൗണ്ടന്റിന് അല്ലെ, അദ്ദേഹത്തിന് ഉണ്ടായേക്കാവുന്ന മിസ്റ്റേക്കുകളാണ് നമ്മൾ എന്ത് പറയാ, അക്കൗണ്ടിംഗ് എറേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ എറേഴ്സ് എങ്ങനെയായിരിക്കാം? ദീസ് എറേഴ്സ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഒമിറ്റിംഗ് ദ ട്രാൻസാക്ഷൻ ടു റെക്കോർഡ്, റെക്കോർഡിംഗ് ഇൻ റോങ് ബുക്സ് ഓർ റോങ് അക്കൗണ്ട് ഓർ റോങ് ടോട്ടലിംഗ് ആൻഡ് സോ ഓൺ. അല്ലെ, അക്കൗണ്ടിംഗ് എററുകൾ നമുക്ക് പല രീതിയിൽ സംഭവിക്കാം. അല്ലെ, ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഏതെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, ഈ റെക്കോർഡ് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്തില്ല, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തില്ല. അല്ലെ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കാം, അക്കൗണ്ടിംഗ് എററുകൾ സംഭവിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് അക്കൗണ്ടിംഗ് എറർ. അല്ലെ, നമ്മളൊരു ഫേമിന്റെ അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന വ്യക്തി അല്ലെ, ആ ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടായേക്കാവുന്ന മിസ്റ്റേക്കുകളാണ് നമ്മൾ എന്ത് പറയാ, അക്കൗണ്ടിംഗ് എററുകൾ എന്ന് പറയാം. ഓക്കെ, ഇനി എന്തൊക്കെ രൂപത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, ഒമിറ്റ് ചെയ്തു പോയി, മറന്നുപോയി അല്ലെ, എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. ഓക്കെ, അപ്പൊ നമുക്ക് തെറ്റ് സംഭവിക്കാം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്തില്ല, ട്രാൻസാക്ഷൻസ് നമ്മൾ വേരിയസ് ബുക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തില്ല, പോസ്റ്റ് ചെയ്തില്ല. അത് നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മളെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, പിന്നെയോ അടുത്ത പറയുന്നത് നമ്മൾ ടോട്ടൽ ചെയ്ത സമയത്ത്, ഓക്കെ, മിസ്റ്റേക്ക് ഇൻ ടോട്ടലിംഗ് അല്ലെ, നമ്മൾ ടോട്ടൽ ചെയ്ത സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ ടോട്ടൽ ചെയ്ത സംഭവം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരാം. അല്ലെ, പിന്നെയോ നമ്മൾ ഇനി ഈ ടോട്ടൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എമൗണ്ട് മാറി എഴുതി. അല്ലെ, അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് സംഭവിക്കാം, അക്കൗണ്ടിംഗ് എററുകൾ നമുക്ക് സംഭവിക്കാം. അല്ലെ, ഇനി എററുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ എററുകൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാം? ഓക്കെ, നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണോ നമുക്ക് ആവശ്യം. അപ്പോൾ എന്തെങ്കിലും അക്കൗണ്ടിംഗ് എററുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസിനെ കൺസിഡർ ചെയ്യണം. ട്രയൽ ബാലൻസിന്റെ രണ്ട് സൈഡ്സും എന്താണ്, ഈക്വൽ ആണോ എന്ന് നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. കൂടാതെ എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. പിന്നെ കറക്റ്റ് എമൗണ്ട് തന്നെയാണോ ട്രയൽ ബാലൻസിലേക്ക് എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, സ്പെഷ്യൽ പർപ്പസ് ബുക്കുകൾ ഉണ്ടായിരിക്കും അല്ലെ, സ്പെഷ്യൽ പർപ്പസ് ബുക്കുകൾ. ആ സ്പെഷ്യൽ പർപ്പസ് ബുക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും റീചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ തെറ്റുകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്തൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രയൽ ബാലൻസ് കൺസിഡർ ചെയ്ത് വീണ്ടും അത് ടോട്ടൽ ഈക്വൽ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് അല്ലെ, ആ ബാലൻസ് തന്നെയാണോ നമ്മൾ എക്സാക്ട് ആയിട്ട് ട്രയൽ ബാലൻസിലേക്ക് എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് ബുക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലെഡ്ജറിന്റെ ബാലൻസുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എറേഴ്സ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, Earn Marks, your perfect learning partner.